വാക്കുപാലിച്ച ഗതാഗത വകുപ്പ് KSRTC ജീവനക്കാർക്ക് 1-ാം തീയതിക്ക് മുന്നേ തന്നെ ശമ്പളം അക്കൗണ്ടിലെത്തിയിരിക്കുന്നു. ഫെസ്റ്റിവൽ അലവൻസും ഒപ്പം ബോണസ് വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ മന്ത്രി അതായത് KB ഗണേഷ് കുമാർ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെയും പറഞ്ഞിരുന്നു 1-ാം തീയതിക്ക് മുമ്പ് തന്നെ KSRTC ജീവനക്കാരുടെ ശമ്പളം അക്കൗണ്ടിലെത്തുമെന്നുള്ളത്. അത് നാളിതുവരെ ഇങ്ങോട്ട് നോക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം അത് പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ ആ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട്. അതിനു മുൻപാണ് ഇപ്പോൾ ഓണം വരികയാണ്. ഓണത്തിന് മുന്നോടിയായി തന്നെ ഇന്നലെ അർദ്ധരാത്രി അതായത് ഈ 31-ാം തീയതിയായിരുന്നു, ഇന്നിപ്പോൾ 1-ാം തീയതിയാണ്. എന്തായാലും ജീവനക്കാരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് ഫെസ്റ്റിവൽ അലവൻസും ബോണസും ഒക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം മന്ത്രി പറഞ്ഞൊരു കാര്യം, ജീവനക്കാർ ഓണം ആഘോഷിക്കാതെ ഞങ്ങൾക്ക് എന്താ ആഘോഷം എന്നാണ് ഗണേഷ് കുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. മനസ മനോജുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മനസ, എന്തായാലും ഓണാഘോഷം അതിങ്ങനെ സംസ്ഥാനത്ത് തകൃതിയായി നടക്കുമ്പോഴാണ് സർക്കാരിൻ്റെ ഓണസമ്മാനം അത് എവിടെ നിന്ന് എങ്ങനെയൊക്കെ ലഭിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഇപ്പോഴിതാ KSRTC ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ 1-ാം തീയതിക്ക് മുന്നേ ശമ്പളവും ഒപ്പം ഫെസ്റ്റിവൽ അലവൻസും ഒക്കെ എത്തിയിരിക്കുന്നു. അവർക്കും ഓണം ഇനി പൊടി പൊടിക്കാമെന്നുള്ളതാണ് മനസ. തീർച്ചയായും ഭദ്ര, ഓണമാണ്, എല്ലാവർക്കും ആഘോഷത്തിന്റെ നാളുകളാണ്. അതുകൊണ്ട് തന്നെ KSRTC ജീവനക്കാരോടും അതുതന്നെയാണ് മന്ത്രി പറയുന്നത്. ഓണമല്ലേ, നിങ്ങൾ ആഘോഷിക്കാതെ എന്ത് ഞങ്ങൾക്ക് ആഘോഷം എന്ന് തന്നെയായിരുന്നു മന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഉണ്ടായിരുന്നത്. അത് തന്നെ നടപ്പാക്കുന്ന ഒരു രീതി തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ മന്ത്രി ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. അതായത് ജീവനക്കാർക്ക് ശമ്പളം 1-ാം തീയതി തന്നെ കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് KSRTCയെ കൊണ്ടുവരും എന്നുള്ളത്. വാക്ക് പാലിക്കുക എന്ന കാര്യത്തിൽ KB ഗണേഷ് കുമാർ നടപ്പാക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും തന്നെ ഉദാഹരണങ്ങളും തെളിവുകളുമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളിലായി KSRTCയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വളർച്ചയും വികസനവും അതോടൊപ്പം തന്നെ പദ്ധതി ആവിഷ്കാരവും നടപ്പാക്കലും പ്രവർത്തിക്കലും തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും വാഗ്ദാനങ്ങൾ മാത്രമല്ല, അത് പ്രവർത്തിക്കുന്നു, അത് നടപ്പാക്കുന്നു, ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ജീവനക്കാരിലേക്ക് എത്തിക്കുന്നു എന്ന് തന്നെയാണ് മന്ത്രിയുടെ ഈ ഒരു പ്രവർത്തനത്തിലൂടെ തന്നെ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ എല്ലാ ജീവനക്കാരുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ ശമ്പളം എത്തിത്തുടങ്ങി. അതോടൊപ്പം തന്നെ ഉത്സവ ഭത്തയും ബോണസും നൽകുന്നുണ്ട്. ഇന്നും അതായത് കഴിഞ്ഞ ദിവസവും ഇന്നുമായി ബോണസും അതോടൊപ്പം തന്നെ ശമ്പള വിതരണവും നടപ്പാക്കും അല്ലെങ്കിൽ പൂർത്തിയാക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ബോണസായി ഇത്തവണ 7000 രൂപയും അതോടൊപ്പം തന്നെ ഉത്സവ ഭത്തയായി 3000 രൂപയുമാണ് ജീവനക്കാർക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെയാണ് താൽക്കാലിക ജീവനക്കാർക്കും ബോണസായി 1000 രൂപ നൽകുന്നുണ്ട്. എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതി അല്ലെങ്കിൽ ശമ്പള പരിഷ്കരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയും തന്നെയാണ് നടപ്പാക്കുന്നത് എന്നുള്ളത് ഇതിനോട് അകം തന്നെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. ഓണക്കാലമായാൽ തന്നെ നമുക്കറിയാം എല്ലാവർക്കും അതൊരു ആഘോഷ നാളുകളാണ്. എല്ലാ കാര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട്. പുതിയ ഡ്രസ്സ്, അതോടൊപ്പം തന്നെ സദ്യ ഒരുക്കൽ, സാധനങ്ങൾ വാങ്ങിക്കൽ, അതിനൊക്കെയും തന്നെ പൈസ വേണം എന്നുള്ളതാണ്. അതിന് ശമ്പളം ആദ്യം തന്നെ നൽകുക എന്ന് തന്നെയായിരുന്നു പ്രധാന വഴി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി തന്നെ ഇത്തരത്തിൽ 1-ാം തീയതിക്കുള്ളിൽ ശമ്പളം KSRTC ജീവനക്കാർക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ട മറ്റൊരു കാര്യമെന്ന്, ഏറെ നാളുകളായി ഈ ഓണം സീസൺ ആണെങ്കിലും വിഷു ആണെങ്കിലും ശമ്പളം കിട്ടാത്ത ഒരു അവസ്ഥ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഈ ഒരു ഉത്സവ സീസണൊക്കെയും തന്നെ അവർക്ക് ആഘോഷിക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം ഓണം നല്ലൊരു രീതിയിൽ ആഘോഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു ജീവനക്കാർക്ക്. എന്നാൽ ഇത്തവണ അല്ലെങ്കിൽ ഈ വർഷം മുതൽ അത് ഉണ്ടാകില്ല എന്ന് തന്നെ ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ നടപ്പാക്കൽ തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ ഒരു സംസ്ഥാന സർക്കാർ ഈ ശമ്പള വിതരണത്തിനായി 50 കോടിയോളം രൂപയാണ് KSRTCക്ക് സഹായമായി നൽകുന്നത്. ഒപ്പം 79 കോടിയിലധികം രൂപയാണ് ശമ്പള ഇനത്തിൽ KSRTC നൽകുന്നത്. അതുകൊണ്ട് തന്നെ ജീവനക്കാർക്കും അതോടൊപ്പം തന്നെ താൽക്കാലിക ജീവനക്കാർക്കും ബോണസ് നൽകുന്ന വിധത്തിലുള്ള നല്ലൊരു ഓണം ആഘോഷിക്കാനുള്ള എല്ലാവിധ നീക്കങ്ങളും മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ജീവനക്കാരെയും അതോടൊപ്പം തന്നെ യാത്രക്കാരെയും ഒക്കെ തന്നെ കൃത്യമായ രീതിയിൽ പരിഗണിക്കുക, അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ആ വീഴ്ച ഇല്ലാതാക്കുക, അതോടൊപ്പം തന്നെ എന്തെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ജീവനക്കാർക്കെതിരെ കർശനമായ
ശക്തമായ നടപടി സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയും തന്നെ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും ജീവനക്കാരെ കാര്യമായ രീതിയിൽ തന്നെ അവരുടെ ആവശ്യങ്ങളൊക്കെയും തന്നെ പരിഗണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് മന്ത്രി കാഴ്ചവെക്കുന്നത്. അതിൻ്റെ ഒരു അവസാനത്തെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ തെളിവ് കൂടിയാണ് ഈ കഴിഞ്ഞ ദിവസം മുതൽ KSRTC ജീവനക്കാർക്ക് അക്കൗണ്ടുകളിലെത്തിയ ശമ്പളം എന്ന് പറയുന്നത്. ഭദ്ര. അതെ, തീർച്ചയായും മാനസ, നമുക്കറിയാം ഈ KSRTCക്ക് പെൻഷൻ അടക്കം 71 കോടി അനുവദിച്ചുകൊണ്ട് ധനവകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതായത് എല്ലാ മേഖലകളിലും KSRTCയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് KSRTCയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അതുതന്നെയാണ് ഭദ്ര. ഇത്തരത്തിലുള്ള കാര്യം, അതായത് മന്ത്രി മുൻകൈ എടുത്തു തന്നെ മുഖ്യമന്ത്രിയോടാണെങ്കിലും ധനവകുപ്പിനോടാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും തന്നെ സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ജീവനക്കാരെ പരിഗണിക്കാം, ഏത് രീതിയിൽ അവരുടെ ശമ്പളം നേരത്തെ തന്നെ നൽകാൻ സാധിക്കും, അതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഈ ആദ്യ മാസം 10-ാം തീയതിക്കുള്ളിൽ അല്ലെങ്കിൽ 15-ാം തീയതിക്കുള്ളിൽ ജീവനക്കാരുടെ അക്കൗണ്ടുകളിൽ തുക എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതായിരുന്നു ആദ്യഘട്ട പ്രവർത്തനം എന്ന് പറയുന്നത്. പിന്നീട് അത് 1-ാം തീയതിക്കുള്ളിൽ ആക്കുമെന്ന് മന്ത്രി പറയുന്നു. ശേഷം അത് 1-ാം തീയതിയിലേക്ക് ആക്കുന്നു. അതിനായുള്ള സഹായം, അതായത് 50 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ KSRTCക്ക് സഹായം നൽകുന്നത്. 79 കോടി രൂപയോളമാണ് KSRTC ശമ്പളം നൽകാനായി ഉപയോഗിക്കുന്ന തുക എന്ന് പറയുന്നത്. ഇതൊക്കെയും തന്നെ കറക്റ്റ് അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ നടപ്പാക്കുന്ന അല്ലെങ്കിൽ കൃത്യമായ ഇടപെടലിലൂടെ നടപ്പാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. KSRTCയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വികസന കുതിപ്പ് തന്നെയാണ് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു സ്ഥിതി തന്നെയാണ്. കാരണം KSRTCയിലായിരുന്നു വളരെ ദുരിത ജീവിതം, അല്ലെങ്കിൽ KSRTC ജീവനക്കാർക്കായിരുന്നു അത്തരത്തിലുള്ള ദുരിത ജീവിതം എന്ന് പറയുന്നത്. അതൊക്കെയും തന്നെ മാറ്റി പടിപടിയായി അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് ഉയർത്താനും അതോടൊപ്പം തന്നെ അവരുടെ എല്ലാ ആവശ്യങ്ങളും പരിഗണിക്കാനും ഉള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ നീക്കത്തിലേക്ക് അത് നടപ്പാക്കുന്ന ഒരു രീതിയിലേക്ക് മാറുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതൊക്കെയും തന്നെ സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്നു എന്നുള്ളതാണ്. KSRTC മാത്രമല്ല, മറ്റു മേഖലകൾ എടുത്തു നോക്കുകയാണെങ്കിലും എത്രത്തോളം ആളുകൾക്കും ജീവനക്കാർക്കും ഉപഭോക്താക്കൾക്കും എത്രത്തോളം ആശ്വാസകരമാകാൻ സാധിക്കുമോ അത്രത്തോളം ആശ്വാസകരമായ എല്ലാ ഇടപെടലുമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഓണം സീസണാണ്. ഓണം എല്ലാ മലയാളികളും ആഘോഷിക്കും. കേരളത്തിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് ഓണം എന്ന് പറയുന്നത്. മറ്റു നാടുകളിലും ആഘോഷിക്കുമെങ്കിലും ഒരു പടി മുകളിൽ കേരളം തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരേ രീതിയിൽ ആഘോഷിക്കട്ടെ, സന്തോഷത്തോടെ ആഘോഷിക്കട്ടെ എന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു ശമ്പള വിതരണം എന്ന് അല്ലെങ്കിൽ നേരത്തെ ആക്കുക എന്നുള്ളത് മന്ത്രി തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പും ഇതിനോടകം തന്നെ ശ്രദ്ധ പിടിച്ചു എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങളില്ലാതെ എന്താഘോഷം എന്നുള്ള കാര്യത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളമാണ് മന്ത്രി ഈ ജീവനക്കാരെ പരിഗണിക്കുന്നത്, അവരുടെ ആവശ്യങ്ങളെ പരിഗണിക്കുന്നത് എന്നുള്ളത്. ഭദ്ര. അതെ മാനസ, തീർച്ചയായും മാനസ പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ഈ തിരുത്തൽ വേണ്ടിടത്ത് തിരുത്തൽ നൽകുന്നു, കരുതൽ വേണ്ടിടത്ത് കരുതൽ നൽകുന്നു. അങ്ങനെയാണ് മന്ത്രി KB ഗണേഷ് കുമാർ മുന്നോട്ട് പോകുന്നത് KSRTCയെ സംബന്ധിച്ചിടത്തോളം.